എനിക്കും നിങ്ങൾക്കും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പടച്ചവനെ, നല്ലതെന്ന് പറയാൻ ഒരെണ്ണമുണ്ടോ? എടോ, നമ്മളൊക്കെ പറയുന്നവരല്ല നമ്മുടെ ചങ്ങാതിമാര്. യഥാർത്ഥ ചങ്ങാതി ആരെന്നറിയുമോ? പടച്ചവനെ, കള്ള് കുടിക്കാൻ വിളിച്ചു കൊണ്ടുപോകുന്നവനല്ല, വ്യഭിചരിക്കാൻ കൊണ്ടുപോകുന്നവനല്ല, പള്ളിയുടെ മുമ്പിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകുന്നവനല്ല. ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്നോട് സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ? ഇന്ന് 5 വഖത്ത് നിസ്കരിച്ചോ എന്ന് ചോദിച്ച ഏത് കൂട്ടുകാരനാ നിനക്കുള്ളത്? പെങ്ങള്, റജബ് മാസത്തിൽ ഒരു നോമ്പെങ്കിലും പിടിച്ചോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും ഇന്ന് പാരായണം ചെയ്തോ എന്ന് ചോദിക്കുന്ന ഏത് ചങ്ങാതിയാണ് എനിക്കുള്ളത്, നിങ്ങൾക്കുള്ളത്? ഒരാളും ചോദിക്കല്ലടോ. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയുമോ? ചങ്കാണ് ചങ്കാണെന്ന് പലരും പറയുമല്ലോ. എടാ, ചങ്കെന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? പടച്ചവനെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു ഉഹദിന്റെ രണാകണത്തിൽ യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. നേരം വെളുത്ത് കഴിഞ്ഞാൽ ഉഹദിന്റെ രണാകണത്തിലേക്ക് എല്ലാവരും പോവുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രിയിൽ സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ കടന്നു വരികയാ. തന്റെ കൂട്ടുകാരനാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബിയുടെ വീട്ടിൽ പാതിരാത്രിയിൽ കടന്നു വരികയാ. വിളിക്കുന്നു, സഅദ് ഇറങ്ങി വാടാ. ഫുട്ബോൾ കളി കാണാനല്ല, സിനിമയ്ക്ക് പോകാനല്ല, റോഡിന്റെ സൈഡിൽ പോയിരിക്കാനല്ല, പൂരപ്പറമ്പിൽ പോകാനല്ല, കാമുകിയുടെ കൂടെ ഇരുന്ന് ചാറ്റാനല്ല. വാടാ സഅദ് ഇബ്നു അബീ വഖാസ്. പാതിരാത്രിയിൽ വീട്ടിൽ ചെന്നിട്ട് തന്റെ കൂട്ടുകാരനെ വിളിച്ചിറക്കുകയാ. എന്നിട്ട് പടച്ചവനെ ഒളുവെടുക്കാൻ പറഞ്ഞു. 2 പേരും ഒളുവെടുത്തു. ആരാരുമില്ലാതെ വീടിന്റെ പരിസരത്ത് മരുഭൂമിയിൽ പോയി മുസല്ല വിരിച്ചിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു 2 പേരും നിസ്കരിക്കുകയാണ്. 2 പേരും നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, സഅദേ, നമ്മൾ 2 പേരും നാളെ രണാങ്കണത്തിലേക്ക് പോകുകയാ. നമ്മൾ 2 പേരും നാളെ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ പോവുകയാ. നിനക്ക് എന്താണോ വേണ്ടത് നീ അല്ലാഹുവിനോട് ചോദിക്ക്. ഞാൻ ദുആ ചെയ്യാ, നീ ദുആ ചെയ്യ, ഞാൻ ആമീൻ പറയാ. എനിക്ക് വേണ്ടത് ഞാൻ ദുആ ചെയ്യാ, നീ ആമീൻ പറയണേ. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് തങ്ങൾ പറയുമ്പോ സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന തന്റെ കൂട്ടുകാരൻ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ 2 കരങ്ങൾ ഉയർത്തിയിട്ട് ആ നിസ്കാരപ്പായിലിരുന്ന് കൊണ്ടാണ് ഉഹദിന്റെ രണാങ്കണത്തിൽ എന്റെ കയ്യിലിരിക്കുന്ന വാള് കൊണ്ട് എനിക്കവനെ വധിക്കണം അല്ലാ. അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന തന്റെ കൂട്ടുകാരൻ പാതിരാത്രിയിൽ നിന്ന് ദുആ ചെയ്യുകയാ. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് തങ്ങൾ അവിടുന്ന് ആമീൻ പറയുകയാ. പടച്ചവനെ, ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് തങ്ങൾ ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുവേ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്നെക്കാളും ആരോഗ്യമുള്ള, എന്നെക്കാളും ആയുധം ഉപയോഗിക്കാൻ അറിയുന്ന, കരുണയില്ലാത്ത ക്രൂരനായ ഒരു എതിരാളിയെ എനിക്ക് തരണേ അല്ലോ. അവനെന്റെ 2 കൈയും വെട്ടിമുറിക്കണം പടച്ചവന്. അവനെന്റെ കാല് വെട്ടിമുറിക്കണം പടച്ചവന്. എന്റെ മൂക്ക് മുറിച്ചു മാറ്റണം തമ്പുരാന്. എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് അവനാ രണാങ്കണത്തിൽ കെട്ടിത്തൂക്കണമല്ലാ. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരനെ വിളിച്ചിരുത്തിയിട്ട് പാതിരാത്രിയിൽ ദുആ ചെയ്യുകയാ. 2 പേരും സലാം പറഞ്ഞ് പിരിയുകയാ. പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് 2 പേരും കടന്നു പോവുകയാണ്. പടച്ചവരെ, വൈകുന്നേരമായടോ. അതാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നു, അൽഹംദുലില്ലാഹ്, എന്റെ ദുആ സ്വീകരിച്ചല്ലോ. ഏറ്റവും വലിയ എതിരാളിയെ എനിക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞല്ല അല്ലാഹ്. എന്റെ ദുആ നീ സ്വീകരിച്ചല്ലോ പടച്ചവനെ. ഇനി അറിയേണ്ടത് തന്റെ കൂട്ടുകാരന്റെ ദുആയാ.
തന്റെ കൂട്ടുകാരന്റെ ദുആ സ്വീകരിച്ചോ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഓടി നടക്കുകയാണ്. പടച്ചവരെ ചെന്നു നോക്കുമ്പോ ഒരു സൈഡിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങളുണ്ടല്ലോ, 2 കൈയും മുറിച്ചിട്ടുണ്ട്, 2 കാലും മുറിച്ചിട്ടുണ്ട്, മൂക്ക് മുറിച്ച് മാറ്റിയിട്ടുണ്ട്, ചെവി കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു, ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയിട്ടിരിക്കുകയാ. പടച്ചറപ്പേ, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, സഅദ് നാളെ അള്ളാന്റെ കോടതിയിൽ വരുമ്പോ അള്ളാഹുവിനോട് എനിക്ക് പറയാം, എന്റെ കൈ കൊടുത്തു പടച്ചവന്, എന്റെ കാല് കൊടുത്തു പടച്ചവന്, എന്റെ ചെവി കൊടുത്തു പടച്ചവന്, എന്റെ മൂക്ക് കൊടുത്തു പടച്ചവന്, എന്റെ ജീവിതം കൊടുത്തു പടച്ചവന് എന്ന് പടച്ചവനോട് എനിക്ക് പറയാമല്ലോ. സഅദേ, നീയാടാ സാക്ഷി. നാളെ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് സാക്ഷി പറയണേ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചെന്ന ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്നുവരെ നിന്റെ ഫ്രണ്ട് നിന്നോട് എന്ത് നന്മയാടാ ചോദിച്ചിട്ടുള്ളത്? എല്ലാ മോശമായ പ്രവർത്തനങ്ങൾക്കും നിനക്ക് കൂട്ടുനിൽക്കുന്നത് കൂട്ടുകാരനാ. ആണാകട്ടെ പെണ്ണാകട്ടെ, എല്ലാ വൃത്തികേടുകളും ചെയ്യിപ്പിച്ചതാരാ? പെങ്ങള്. നീയല്ലേ കാവല് നിന്നത്, നീയല്ലേ കൂടെ പോയത്. അവസാനം പോയി പോയി നിനക്കും ഒരെണ്ണത്തെ അവള് സെറ്റ് ചെയ്ത് തന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കടോ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കടോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു നല്ല കൂട്ടുകാരനാണ് നമുക്ക് വേണ്ടത്, ഒരു നല്ല കൂട്ടുകാരിയാണ് നമുക്ക് വേണ്ടത്. അവള് നാളെ പടച്ചവനോട് പറയണം, നീ നല്ലവളായിരുന്നെന്ന്, നീ നല്ലവനായിരുന്നു എന്ന്. നിന്റെ കൂട്ടുകാരൻ അല്ലാഹുവിനോട് സാക്ഷി പറഞ്ഞാൽ വജബതു ലഹുൽ ജന്ന, നിനക്ക് അല്ലാഹു സ്വർഗ്ഗം നിർബന്ധമാക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഫ്രണ്ട്സുകൾ നല്ലതാണ്. നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്ക്. അല്ലാഹുവിന് വേണ്ടി നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്ക്. തെരഞ്ഞെടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? നാളെ ഈ കാണുന്ന പള്ളിയുടെ പള്ളിപ്പറമ്പിൽ നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ നബി തങ്ങൾ പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ജനങ്ങൾ മുഴുവനും നിൽക്കുമ്പോ അല്ലാഹുവേ ഒരു സിംഹാസനം കൊണ്ടുവരികയാ, ഒരു സിംഹാസനം കൊണ്ടുവരികയാ. പടച്ചവനെ, ആ സിംഹാസനത്തിന്റെ മഹത്വം നബി തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അത് അമ്പിയാക്കന്മാർക്കുള്ള സിംഹാസനമാണോ? അത് അമ്പിയാക്കന്മാർക്ക് കിട്ടുന്ന പദവിയാണോ? നബി തങ്ങൾ പറഞ്ഞു, അല്ല. അത് ശുഹദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലമാണോ? നബി തങ്ങൾ പറഞ്ഞു, അല്ല. പ്രവാചകന്മാര് കുതിക്കുകയാണ്, ശുഹദാക്കൾ കുതിക്കുകയാണ്. ആ പ്രതിഫലം ഒന്ന് കിട്ടാൻ, ആ സിംഹാസനം ഒന്ന് കിട്ടാൻ ശുഹദാക്കൾ പോലും കൊതിക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അതാർക്കുള്ളതാ നബിയേ, അതാർക്കുള്ളതാ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, ഹും ഖൗമൻ, യാ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവരുണ്ടല്ലോ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 കൂട്ടുകാർക്കുള്ളതാ. ചെറുപ്പക്കാരാ, മോനെ, വല്ലാത്ത ചൂടെടുക്കുന്നല്ലോ, ശരീരം വിയർക്കുന്നല്ലോ, വല്ലാതെ പ്രയാസപ്പെടുന്നല്ലോ. പടച്ചവനെ, എങ്കിൽ അല്ലാഹുവിന്റെ പരലോകത്ത് നിന്റെ തലയുടെ 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. അത് അസ്തമിച്ചു 10 മണിയോടടുത്തിട്ട് പോലും നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ശരീരം വിയർക്കുകയാണ്, വിയർപ്പ് തുള്ളികൾ ഒഴുകുകയാണ്. എങ്കിലും പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒരു ചാണ് മുകളിലോ ഈ കോടിക്കണക്കിന് കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടോ? ഈ ലോകം മുഴുവനും അല്ലാഹു ചെമ്പിന്റെ തറയാക്കുകയാ, അങ്ങ് പരത്തുകയാണ്. ഉരുണ്ട ഭൂമി അല്ലാഹു പരത്തുകയാണ്. ചെമ്പിന്റെ തറയിലാണ് ഉടുതുണിയില്ലാതെ ഒരു ചാട് മുകളിൽ സൂര്യൻ നിൽക്കുന്ന ദിവസം അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ,
അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ. ആരെയാണ് വിളിക്കുന്നത്? നീ ഇന്ന് ചൂട് കൊള്ളേണ്ടവനല്ല, പ്രയാസം അനുഭവിക്കേണ്ടവനല്ല, സങ്കടപ്പെടേണ്ടവനല്ല. നീ ഇങ്ങ് വന്ന് ഈ അർശിന്റെ താഴെ വന്നിരിക്ക്. നീ VIP ആണ്, നീ VIP ആണ്. പടച്ചവരെ ഹജ്ജ് ചെയ്തവനല്ല, ഉംറ ചെയ്തവനല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല. പിന്നെ ആരെയാ അല്ല വിളിക്കുന്നതെന്നറിയുവോ? എവിടെ വെച്ചാണ് വിളിക്കുന്നതെന്നറിയുവോ? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരും ആദം നബിയും, നൂഹ് നബിയും, ഇബ്രാഹിം നബിയും, മൂസാ നബിയും, ദാവൂദ് നബിയും, യാക്കൂബ് നബിയും, യൂനുസ് നബിയും, യൂസുഫ് നബിയും, ഹാറൂൻ നബിയും, അയ്യൂബ് നബിയും, സക്കരിയാ നബിയും, ദാവൂദ് നബിയും, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, സ്വഹാബത്ത്, ശുഹദാക്കള്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ കുടുംബക്കാര്, നിന്റെ നാട്ടുകാര്, പടച്ചവനെ നിന്റെ അയൽവാസികൾ, കോടാനി 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 വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അന്ന് വിളിക്കുന്നു, വായിഷാ വാമോനേ. ഇന്ന് വെയിൽ കൊള്ളേണ്ടവനല്ലോ, ഇന്നിവിടെ നിന്ന് സങ്കടപ്പെടേണ്ടവനല്ലോ, ഉടുതുണിയില്ലാതെ നിൽക്കേണ്ടവനല്ലോ. നിനക്കിന്ന് എന്റെ അർശിന്റെ താഴെ സ്ഥാനമുണ്ട്. അല്ലാഹു വിളിക്കുകയാ. 7 വിഭാഗത്തെ അല്ലാഹു വിളിക്കുമല്ലോ. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുവോ? തഹാബു ബിറൂഹില്ലാ. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവരുണ്ടല്ലോ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവരുണ്ടല്ലോ, അല്ലാഹുവിന് വേണ്ടി പിരിഞ്ഞവരുണ്ടല്ലോ. അവർക്ക് അല്ലാഹു അർശിന്റെ താഴെ ഒരു സ്ഥാനം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, വൃത്തികെട്ടവന്മാരെ കൂട്ടുകാരാക്കുന്ന ചെറുപ്പക്കാരാ, കണ്ണുകുടിക്കുന്നവനും കഞ്ചാവടിക്കുന്നവനും കൊട്ടേഷൻ നടത്തുന്നവനും അവനുമായി ഫ്രണ്ട്ഷിപ്പ് കൂടുന്ന യുവത്വമേ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് തലമറച്ച് ഫർദിയുമിട്ടിട്ട് കാമുകന്റെ കൂടെ കറങ്ങുന്ന വൃത്തികെട്ട പെണ്ണിന്റെ കൂടെ കൂടുന്ന പെണ്ണ്, യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും പരസ്പരം സ്നേഹിച്ചാൽ അവന് നാളെ അർശിന്റെ താഴെ അല്ലാഹു ഒരു സിംഹാസനം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും വേണം, അല്ലാഹുവിന് വേണ്ടി വെറുക്കുകയും വേണം. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും ചെയ്യാം, അല്ലാഹുവിന് വേണ്ടി പിരിയുകയും ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കില്ലെങ്കിലോ നാളെ നീ പറയും, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. എടാ നിന്റെ കൂടെ, എടാ നശിച്ചവനെ, നിന്റെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. നിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിനക്ക് വേണ്ടി അല്ലാഹുവിനോട് സാക്ഷി പറയാൻ ഒരു നല്ല കൂട്ടുകാരനെ നീ തിരഞ്ഞെടുക്ക്. നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട്. ഇന്ന് പ്രണയ ദിനമായിരുന്നു, പലരും ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുത്തു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാമുകൻ കാമുകിക്കും കൊടുത്തു, കാമുകി കാമുകനും കൊടുത്തു. ചിലവന്മാര് കൂട്ടുപോയി കാത്തു നിന്ന് സെൽഫിയും എടുത്തു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കിക്കേ, കാമുകൻ കാമുകിക്ക് കൊടുക്കുമ്പോ കൂടെ നിന്ന കൂട്ടുകാരനല്ലേ നീ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രണയിക്കാൻ വേണ്ടി ഒരു ദിനം എന്നാലോചിക്കുന്നു. പണ്ടൊരുത്തം പോയി ചത്തതിന് ഇന്ന് അനുസ്മരണം. എന്നാലോചിക്കുക, ഏതോ വീരപുരുഷനെ പോലെയാ ഇന്ന് കൊണ്ട് നടക്കുന്ന യുവത്വം. ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തല്ലോ, കൂടെ നടന്നു. അല്ലാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയാം, നാളെ പറയും പെങ്ങളെ, നിനക്ക് പ്രണയമൊന്നുമില്ല, പക്ഷെ നിന്റെ കൂട്ടുകാരിക്ക് 3 എണ്ണം ഉണ്ട്. ഓരോ ബസ് സ്റ്റോപ്പിലും ഓരോന്ന്. നീ ഐസ്ക്രീം തിന്നാൻ പോണേ, കൂട്ടി നിൽക്കുന്ന കാവല് നിൽക്കുന്നത്, വരുന്നുണ്ടോടി നോക്കി നിൽക്കുക. അളി ഏതോ വരുന്നടാ, നോക്കടാ ചങ്ങാതിമാരി. ഏത് വൃത്തികേടിനും കൂടെ നടക്കുന്നവൻ കരയുടെ മക്കളെ. നിങ്ങൾ അള്ളാഹുടെ മുമ്പിൽ കടന്നിട്ട് നീ തന്നെ പറയും, ശപിക്കും നീ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ളവനുമായിട്ടല്ല. ഇന്ന് തൊട്ട ഉസ്താദെ, എന്റെ ഫ്രണ്ട് ഉസ്താദെ,
എൻ്റെ ഫ്രണ്ട് ഉസ്താദ് തോളി കൈയിട്ടാ നടക്കുന്ന. ഇപ്പൊ എല്ലാവരും നോക്കിക്കോ, കുട്ടികളൊക്കെ ഇന്ന് തൊടലും പിടിക്കലൊന്നും തെറ്റല്ലാത്ത കാലമല്ലേ. ബൈക്കിൽ നടക്കാം, കറങ്ങി നടക്കാം, കൂടെ ഇരിക്കാം, വന്ന് കൈ പിടിക്കാം, കാലിൽ പിടിക്കാം, തെറ്റൊന്നുമില്ല. അതൊന്നും ഒരു തെറ്റായിട്ടൊന്നും ഉമ്മത്ത് കാണുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഫ്രണ്ട് ഉസ്താദ്, എൻ്റെ ഫ്രണ്ട് ഉസ്താദ്, ഫ്രണ്ടിന്റെ കൂടെ ബൈക്കിൽ പോയി എന്താ കുഴപ്പം? ഫ്രണ്ടിന്റെ കൂടെ ഐസ്ക്രീം അടിക്കാൻ പോയി എന്താ കുഴപ്പം? നാളെ ചോദിക്കും. ലൈവ് ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമതേ 29 കേസുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് എന്ന് കേൾക്കുമ്പോഴെനിക്ക് പേടിയാ. പണ്ട് ഞാൻ 8 കൊല്ലം മുമ്പ് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. ഇപ്പൊ 29 കേസുണ്ട് എനിക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലൈവ് എന്ന് കേൾക്കുമ്പോഴേ പേടിയാ. ഇതാ അവസ്ഥ. ഒന്നും പറഞ്ഞേക്കരുത് കേട്ടാ. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് 29 കേസ്. അള്ളാഹു ആലം, പടച്ചവനെ തൂക്കിക്കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എടാ, 29 കേസും കൊടുത്ത ആരാന്നറിയാമോ? ആ മുസ്ലിമീങ്ങളൊക്കെ നല്ലവരാടോ. ആ മുസ്ലിമീങ്ങളൊക്കെ നല്ലവരാ. അവര് ചിലപ്പോൾ വല്ല പള്ളിയോ വട്ടത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ 29 കേസും കൊടുത്തത് നമ്മുടെ ഉമ്മത്ത. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, തൊട്ടും പിടി ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്ന, എടച്ചെറ ചങ്ങാതി, നിന്റെ ശരീരത്ത് ഒരു കൂട്ടുകാരി വന്ന് തൊട്ട അവളോട് പറയണം, എടുക്ക് കൈ, ഇത് വ്യഭിചാരമാ, തൊടാൻ പാടില്ല ഇനി മേല. നിന്റെ ശരീരത്ത് ഒരു പെണ്ണ് വന്ന് തൊട്ടാൽ, ഒരു അന്യ പെണ്ണ് വന്ന് തൊട്ടാൽ, അവരാരുവാകട്ടെ, അതാരുവാകട്ടെ, സഹോദരന്റെ പെണ്ണുമ്പിള്ളയാണെങ്കിലും നീ പറയണം. നീ എങ്ങനെ വഴുത് കഴിയുമ്പോ ചേട്ടത്തി എന്നല്ലേ പറയാ? ചേട്ടത്തി എന്ന് പറയാ? അമ്മായിയും ബൈക്കിന്റെ പുറകെ വെച്ചിട്ടാ പോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ജ്യേഷ്ഠന്റെ ഭാര്യ അനിയന് ബൈക്കിലിരുത്തി കൊണ്ടുപോകാൻ പാടുണ്ടോ? വെടികൊണ്ടതുപോലെ ഇരിക്കണ പാടുണ്ടോ? അനിയനല്ലേ ഉസ്താദേ, അനിയനല്ലേ ഉസ്താദേ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി അടുത്തൊരു ചേട്ടൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ എൻ്റെ റൂമിൽ നിന്ന്, എൻ്റെ ഭാര്യയുടെ റൂമിൽ നിന്ന് അനിയൻ ഇറങ്ങി പോകുന്നത് കണ്ടു ഉസ്താദേ, എന്നാ പറയാനാ, സങ്കടം കൊണ്ട് കരയുന്നു. അള്ളാഹു പൊന്നുമോൻ അള്ളാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൊട്ടും പിടിയുടെ ആര് തൊട്ടാലും ഞാൻ എൻ്റെ പെൺകുട്ടികളോട് പറയുന്നു, നിന്റെ ശരീരത്ത് തൊടുന്നവനുമായിട്ടുള്ള ബന്ധം നീ അവസാനിപ്പിച്ചോ, അവൻ നല്ലവനല്ല. എൻ്റെ ചെറുപ്പക്കാരോട് പറയാ, നിന്റെ ശരീരത്ത് തൊടുന്ന പെണ്ണ് അവള് ഹറാമാണത്, വ്യഭിചാരമാണ്, അന്യ പെണ്ണാണോ, അവളുമായിട്ടുള്ള വാണിങ്ങി കൊടുക്കണം ഒരു വട്ടം. എന്നിട്ടും പിന്നെ തൊട്ടാൽ അവള് നല്ലവളല്ല, ആ ബന്ധം അവസാനിപ്പിച്ചേരെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഴ് പറയുന്ന ഉസ്താദിന് ചൂടി വെള്ളം, വാഴ് കേൾക്കുന്നവർക്ക് കാപ്പി കുടിക്ക്. ചോദിച്ചപ്പോ തന്നല്ല. അള്ളാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ശരീരത്തെ തൊടുന്നവൾ നല്ലവനാണോ? ഞാനല്ല പറയുന്നത്, അള്ളാഹുവിന്റെ ഖുർആനാ. ഞാൻ പറയുന്നതല്ലടോ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. ഞാനല്ല പറയുന്നത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ. അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയോ പെങ്ങളെ? അള്ളാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞു തരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം നിനക്കറിയുമല്ലോ. ആയിഷ ബീബിയുടെ ചരിത്രം നിനക്കറിയുമല്ലോ. ആയിഷ വ്യഭിചരിച്ചെന്ന് നാട് മുഴുവനും പറയുകയാണ്. ഒരു നാട് മുഴുവനും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വ്യഭിചരിച്ചെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. പ്രവാചകൻ ആരോടും മിണ്ടുന്നില്ല, ഒരാളോടും നബിതങ്ങൾ മിണ്ടുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിസ്കാരം കഴിഞ്ഞ് വീടിനകത്ത് കയറി മിണ്ടാതെ ഇരിക്കുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങൾ കടന്നു വരികയോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ഉമർ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തേ നബിയേ മിണ്ടാത്തത്, എന്തേ നബിയേ മിണ്ടാത്തത്? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, ഉമറേ, എന്റെ ഭാര്യനെ കുറിച്ച് എല്ലാവരും പറയുന്നത് കേട്ടില്ലേ ഉമറേ? കേട്ടു നബിയേ, കേട്ടു നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, നീ എന്താണ് പറയുന്നത്? ഉമർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആര് പറഞ്ഞാലും ഉമർ വിശ്വസിക്കില്ല നബിയേ, ആയിഷ അങ്ങനെ ചെയ്യില്ല നബിയേ.
ആയിഷ അങ്ങനെ ചെയ്യില്ല നബിയേ. ആരൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഉമറേ, തെളിവുകൾ എതിരാണ് ഉമർ. എന്ത് തെളിവ് വന്നാലും ഞാൻ വിശ്വസിക്കില്ല ഉമറേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ പറഞ്ഞു, ഒരിക്കലും മരിക്കുന്നത് വരെ ഞാൻ വിശ്വസിക്കൂല. ആയിഷ അങ്ങനെ ചെയ്യില്ല, ആയിഷ അങ്ങനെ ചെയ്യില്ല. ഉമർ തങ്ങൾ പറയുന്നത് കേട്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയോ, നിനക്കിത്ര ഉറപ്പെന്തേ ഉമർ? ആയിഷ അങ്ങനെ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താണ് ഉമർ? ഉമർ തങ്ങൾ പറഞ്ഞ മറുപടിയാ എനിക്ക് ഇന്നത്തെ യുവത്വത്തോട് പറയാറുള്ളത്. എടാ, നല്ല കൂട്ടുകാരെയും നല്ല കൂട്ടുകാരിയെയും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു തെളിവ് ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉമർ തങ്ങൾ പറഞ്ഞു, ഞാൻ വിശ്വസിക്കില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നബി തങ്ങളോട് പറഞ്ഞു, ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല, ആയിഷ വ്യഭിചരിക്കൂല. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്തേന്ന്? അപ്പൊ ചോദിച്ചു, നബിയെ, ആയിഷാനെ വിവാഹം കഴിക്കാൻ ആരാ പറഞ്ഞേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കാൻ ആരാ പറഞ്ഞേ? അല്ലയാ അബൂബക്കർ ഉമർ പറഞ്ഞേ. അല്ലയാണ് പറഞ്ഞത് ആയിഷ ബീബിയെ വിവാഹം കഴിക്കാൻ. എന്നാ അള്ളാന്റെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. എന്തേ ആയത്ത്? വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ. കേട്ടോ ചെറുപ്പക്കാരൊക്കെ, പെൺകുട്ടികളൊക്കെ കേട്ടോ. നീ എപ്പോഴും ചങ്കം കരളുമായി കൊണ്ട് നടക്കുന്ന, തോളിലും കൈയിട്ട് എവിടെയൊക്കെ തൊടാൻ പറ്റുമോ അവിടെയൊക്കെ തൊട്ടുകൊണ്ട് നടക്കുന്ന നിന്റെ ഫ്രണ്ടിന്റെ കഥയാ ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ. അതൊരു വൃത്തികെട്ട കാര്യമാണ്. വ്യഭിചാരം എന്ന് പറയുന്നത് അത് വളരെ മോശമായ ഒരു കാര്യമാണ്, ഒരു വൃത്തികെട്ട ഒരു കാര്യമാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാ, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീല. അല്ലാഹു പറഞ്ഞ മറുപടി വസാഅ സബീല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഇല്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണാണെങ്കിൽ കെട്ടാൻ അല്ലാഹു പറയോ? ഇല്ല നബിയെ. ഖുർആനാ പറഞ്ഞത് വസാഅ സബീല. വ്യഭിചരിക്കുന്നവർ ക്വാളിറ്റി ഇല്ലാത്തവരാ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ അവര് നല്ല കുടുംബത്തിൽ ജനിച്ചവരല്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിന്റെ ശരീരത്ത് തൊടുന്നവൻ നല്ല കുടുംബത്തിൽ ജനിച്ചതാണോ? വാപ്പായ്ക്ക് ഓർമ്മയില്ലെങ്കിലും മക്കൾക്ക് ഓർമ്മയുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ നമ്മുടെ ശരീരത്തെ തൊടുന്നവൻ അവൻ നല്ലവനല്ല. അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് അവിടെ അവസാനിപ്പിക്കേണ്ടത്. അവന്റെ കൂടെ നടക്കല്ലേ പെങ്ങളെ, അവന്റെ കൂടെ നടക്കല്ലേ. അവന് 10 പേരിൽ ഒരാളാണ് നീ. ചെറുപ്പക്കാരാ, ഇതും മനസ്സിലാക്കടാ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് 5 നേരം നിസ്കരിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് നിന്റെ ശരീരത്ത് തൊടുമോ മോനെ? മരണമുണ്ടെന്ന്, ഖബറുണ്ടെന്ന്, പരലോകമുണ്ടെന്ന്, നരകമുണ്ടെന്ന് അല്ലാഹുവേ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഈമാനുള്ള പടച്ചറപ്പിനെ ഭയന്ന് നടക്കുന്ന ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച പെണ്ണ് നിന്റെ ശരീരത്തെ തൊടുമോടാ? ഒരിക്കലും അവള് തൊടില്ല, ഒരിക്കലും തൊടാ സമ്മതിക്കില്ല. ചെറുപ്പക്കാരാ, അത് പഠിക്കടോ. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നതിനേക്കാളും നല്ലത് കാഷ്ടത്തിൽ കിടക്കുന്ന പന്നിയുണ്ടല്ലോ, തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് പറഞ്ഞ ആ പന്നിയെ പോയി കെട്ടിപ്പിടിച്ച് കിടക്കടാ ചെറുപ്പക്കാരാ. അതാണ് നല്ലതെന്ന് നബി തങ്ങൾ പറയുമ്പോ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, നല്ല ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കടേ മോനെ. നിനക്ക് കൂട്ടുകാരനാക്കി തിരഞ്ഞെടുക്കാൻ ആണുങ്ങളുണ്ടല്ലോ, ആണുങ്ങളായ ചെറുപ്പക്കാരുണ്ടല്ലോ. ആണിന് ആണാടോ, പെണ്ണിന് പെണ്ണാടോ? അല്ലാതെ പെണ്ണിന് ആണും ആണിന് പെണ്ണുമല്ല. ബോയ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നവർ, ഗേൾ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നവർ, അതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല ചെറുപ്പക്കാരോ. അതുകൊണ്ട് നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ ചെല്ലുമ്പോ, അല്ലെങ്കിൽ നീ മരിച്ചു കഴിഞ്ഞ അവനൊരു നല്ല കൂട്ടുകാരനായിരുന്നു, അവൻ അല്ലാഹുവിനെ ഭയന്ന് നടക്കുന്നവനായിരുന്നു, അവൻ 5 നേരം നിസ്കരിക്കുന്നവനായിരുന്നു. എനിക്കെന്റെ ചങ്ങാതിയെ നഷ്ടപ്പെട്ടു പോയല്ലോ. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ ഉമർ തങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരു ചങ്ങാതി നിനക്കുണ്ടോ? വജബതു ലഹുൽ ജന്നാ.
അല്ലാഹു നിനക്ക് സ്വർഗം നിർബന്ധമാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ, ഒരു നല്ല ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കടോ. വഅദിന്റെ മജ്ലിസല്ലേ, ദുനിയാവിലെ സ്വർഗമല്ലേ, ശഅബാ മാസമല്ലേ, ഇവിടെ വെച്ചുകൊണ്ടൊരു നല്ല ചങ്ങാതിയെ തിരഞ്ഞെടുക്കൂ. പെങ്ങള്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന നീ തെറ്റ് ചെയ്താൽ ഇത് തെറ്റാണെന്ന് പറയുന്ന, ഈ തെറ്റ് നീ ഇനി ചെയ്താൽ നീയുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറയുന്ന അല്ലാഹുവിനെ ഭയമുള്ള ഒരു പെണ്ണിനെ നീ കൂട്ടുകാരിയാക്കൂ. അവളോട് പറയണം, നീ എനിക്ക് സാക്ഷി പറയണം, നീയാണ് എനിക്ക് സ്വർഗം വാങ്ങിത്തരേണ്ടത്, നീയാണ് എനിക്ക് സ്വർഗം വാങ്ങിത്തരേണ്ടത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു നല്ല ഫ്രണ്ടിനെ തെരഞ്ഞെടുക്ക്. ആ ഫ്രണ്ട് നാളെ നിനക്ക് സ്വർഗം വാങ്ങിത്തരണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബി തങ്ങൾ പറയുകയാ, നാളെ സ്വർഗത്തിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകും. അള്ളാഹു ചോദിക്കും, നിനക്ക് എന്തേടാ ഒരു സന്തോഷമില്ലാത്ത? ആ ചെറുപ്പക്കാരൻ അള്ളാഹു സ്വർഗം കൊടുത്തിട്ട് ഒരു സന്തോഷമില്ല. അള്ളാഹു ചോദിക്കും, നിനക്ക് എന്തേ സന്തോഷമില്ലാത്ത? ആ ചെറുപ്പക്കാരൻ പറയും, പടച്ചവനെ, എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവൻ നരകത്തിലായി പോയി. പടച്ചവനെ, എൻ്റെ കൂട്ടുകാരൻ നരകത്തിൽ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ സ്വർഗത്തിൽ കിടന്ന് സന്തോഷിക്കാൻ കഴിയുക? അള്ളാഹു പറയും, നിനക്ക് അവൻ അത്ര ഇഷ്ടമാണോ? ഇഷ്ടമാ പടച്ചവനെ? അവൻ നല്ലവനാണ് പടച്ചവനെ, എന്നാ പോയി വിളിച്ചിട്ട് വിടാ. എന്നാ നരകത്തിൽ കിടക്കുന്ന നിന്റെ കൂട്ടുകാരനെ പോയി നീ വിളിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോക്കോ. അള്ളാഹു പറയുമെന്ന് നബിയനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഞാൻ പറയുന്നത്, ഒരു നല്ല കൂട്ടുകാരൻ. നമുക്ക് കൂട്ടുകാരുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയണില്ല. നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ട്, എല്ലാവർക്കും ഗ്രൂപ്പുണ്ട്. ഉംറയ്ക്ക് പോയിട്ട് വന്ന ഗ്രൂപ്പ്, ഹജ്ജിന് പോയിട്ട് വന്ന ഗ്രൂപ്പ്, സിയാറത്തിന് പോയിട്ട് വന്ന ഗ്രൂപ്പ്. ഇപ്പൊ സ്കൂളിൽ 1980-ലും 85-ലും 90-ലും 95-ലും പഠിച്ച ഉപ്പാപ്പായും ഇപ്പൊ വാട്സപ്പിലും ഫേസ്ബുക്കിലും ചാറ്റിക്കൊണ്ടിരിക്കുക ഫ്രണ്ടിനോട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉപ്പാപ്പായ്ക്ക് ഇപ്പൊ ഗ്രൂപ്പില്ലേ? ഉപ്പാപ്പ ഇപ്പൊ ആരെയാ ചാറ്റുന്നത്? ഉപ്പാപ്പായി ഉമ്മാമായി ഇരുന്ന് ചാറ്റുന്നത് ആരെയാ? 85-ൽ അല്ലെങ്കിൽ 90-ൽ 10ാം ക്ലാസ്സിൽ പഠിച്ച ഫ്രണ്ടിനെ ഉമ്മുമ്മയായി ഇപ്പോഴും ചാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിച്ചവർക്ക് ഗ്രൂപ്പ്, 11ാം ക്ലാസ്സിൽ പഠിച്ചവർക്ക് ഗ്രൂപ്പ്, ഡിഗ്രിക്ക് പഠിച്ചവർക്ക് ഗ്രൂപ്പ്, എല്ലാവർക്കും ഗ്രൂപ്പ്. എന്നിട്ട് പേഴ്സണൽ ചാറ്റ് നടന്നിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ഒരു വർഷം 2800-ൽ പരം ആൾക്കാരാണ് ഒളിച്ചോടി പോയത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 18, 20, 25, 30, 35 വയസ്സുള്ളതല്ല, അതിനേക്കാളും മുകളിലുള്ളത് 40 കഴിഞ്ഞവരാ ഒളിച്ചോടി പോയത്. ഒന്നാലോചിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു നല്ല ചങ്ങാതിയെ തെരഞ്ഞെടുക്ക്. നീ മരിച്ചാൽ നിന്നെക്കുറിച്ച് നല്ലത് പറയാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 ചങ്ങായിമാരെ എല്ലാത്തിനും പിടിയടാ. ഉറങ്ങുന്നവന്റെ മോനെ, ഉറങ്ങുന്നവനെ ഖുർആൻ ഓതി പോലും ശല്യം ചെയ്യാൻ പാടില്ല കേട്ടോ. അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ. അപ്പൊ ഒരു നല്ല ചങ്ങാതിയെ തെരഞ്ഞെടുക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, രണ്ടാമത്തെ ഫ്രണ്ടാരാ? നാളെ അള്ളാഹുവിനോട് സാക്ഷി പറയേണ്ട രണ്ടാമത്തെ വ്യക്തി ആരെന്നറിയുമോ? 3 മരണം കണ്ടവരല്ലേ നിങ്ങള്? 3 മരണം കണ്ടവരല്ലേ നിങ്ങള്? കളിയും തമാശയൊക്കെ പോകട്ടെ ചെറുപ്പക്കാരാ. മോനെ, മരിച്ചവരൊക്കെ മാരകമായി രോഗം പിടിച്ച് കിടന്നവരല്ല. എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് മരണം വരുന്നതെന്നറിയില്ല. നിന്റെ ചിരി മാറുമടാ, നിന്റെ കളി മാറുമടാ, നിന്റെ ആഘോഷവും നിന്റെ സ്വപ്നങ്ങളും മാറും ചെറുപ്പക്കാരാ. സർവ്വതും തകർത്തുകൊണ്ടാണ് മരണം നിന്നെ തേടി വരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവേ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ചരിത്രം പഠിച്ചവരാണല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ മരണമടുത്തു എന്ന് മനസ്സിലാക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കുളിച്ച് റെഡിയാകുകയാ. എന്നിട്ട് തന്റെ റൂമിനകത്ത്
വന്ന് കിടക്കുകയാണ്, തന്റെ റൂമിനകത്ത് വന്ന് കിടക്കുകയാണ്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാരെ വിളിക്കുന്നു, ഫാത്തിമ, യാ ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുകയാണ്. എന്നിട്ട് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. എന്നിട്ട് യാത്ര പറയുകയാണ്. അവിടെ നിന്ന് പൊരുത്തം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണമെടുത്തു ഫാത്തിമ. അതുകൊണ്ട് യാ ഫാത്തിമത്തു ഖൂമി, വാതിലടച്ച് പുറത്തിറങ്ങു ഫാത്തിമ, വാതിലടച്ച് പുറത്തിറങ്ങു ഫാത്തിമ. ഫാത്തിമ അവിടെ നിന്ന് തന്റെ ഭർത്താവിനോട് ചോദിക്കുകയാ, ഈ മരണസമയത്ത് ഞാൻ അടുത്തു നിൽക്കേണ്ട സമയമാണല്ലോ, ഇപ്പോഴല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്, എന്തിനാ പുറത്തിറങ്ങി വാതിലടയ്ക്കാൻ പറയുന്നത്, പുറത്തിറങ്ങി വാതിലടയ്ക്കാൻ പറയുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് പറഞ്ഞു, ഫാത്തിമ, ഇന്നി അറാ, ഞാൻ കാണുന്നു ഫാത്തിമ, ജിന്നുകളും മനുഷ്യരുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ, അതിഥികൾ വരുന്നു ഫാത്തിമ, അതിഥികൾ വരുന്നു ഫാത്തിമ. അതുകൊണ്ട് വാതിലടച്ച് പുറത്തിറങ്ങു ഫാത്തിമ. അതാ ഫാത്തിമ ബീബി അവിടെ നിന്ന് വാതിലടച്ച് പുറത്തിറങ്ങുകയാണ്. ഫാത്തിമ വാതിലടച്ച് പുറത്തിറങ്ങിയടോ. എന്നിട്ട് ഒളിഞ്ഞു നോക്കുകയാ. വാതിലിന്റെ പഴുവിലൂടെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് പറയുകയാ, അസ്സലാമു അലൈക യാ അസ്റായീൽ, അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാ, അസ്റായിലിനോട് സലാം പറയുകയാ. പടച്ചവനെ ഭാര്യ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് അസ്റായിലിനോട് സലാം പറയുകയാണ്. പടച്ചവരെ പിന്നെയും നോക്കുകയാണ്, ഭർത്താവ് എന്താണ് പറയുന്നതെന്ന് നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുകയാ, തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയാണ്. അതാ തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്, മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ നിന്ന് സകാദത്ത് കലിമ പറയുകയാണ്. പിന്നെ മുഖത്തേക്ക് തുണിയെടുത്തിടുകയാ. അനക്കമില്ലടോ, അനക്കമില്ലടോ. അതാ ഫാത്തിമ വാതിൽ തുറന്ന് അടുത്തേക്ക് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, വല്ലാത്ത സുഗന്ധമാ, വല്ലാത്ത സുഗന്ധമാണ്. ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങു മാറ്റുമ്പോ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്, ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മരണവാർത്ത പടരുകയാ, മരണവാർത്ത നാട് മുഴുവനും അറിയുകയാണ്. എല്ലാവരും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. മരണ വീട്ടിൽ എല്ലാവരും പറയുന്നത് എന്തെന്നറിയുവോ? അസ്റായിലിനോട് സലാം പറഞ്ഞു. അതാ ഖുർആനിലെ ആയത്തോതി ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്. ജനാസ കൊണ്ടുപോകുമ്പോ മയ്യത്തിന് വല്ലാത്ത സുഗന്ധമാ.
അതാ പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറടക്കി. പടച്ചവരെ, വന്നവരെല്ലാവരും പറയുന്നത് ഈ നല്ല മരണത്തെ കുറിച്ചാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മരണത്തെ കുറിച്ചാണ് മയ്യത്ത് നിസ്കരിക്കാമെന്നവര് മുഴുവനും പറയുന്നത്. പള്ളിക്കകത്ത് വലിയ ചർച്ചയായിടോ, പള്ളിക്കകത്ത് വലിയ ചർച്ചയായിടോ. ആ സമയത്ത് എല്ലാവരും അതാ പള്ളിയിൽ നിന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാ. ഒരാള് പോലും പിരിഞ്ഞു പോയില്ല. എല്ലാവരും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു ചെന്നു. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ, നിന്റെ ഭർത്താവ് മരിച്ചതിന്റെ സങ്കടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാ. ഫാത്തിമ, നിനക്ക് വല്ലാത്ത സങ്കടമാണ്, അത് വല്ലാത്ത പ്രയാസത്തിലാണ്, ഞങ്ങൾക്കറിയാ. ഫാത്തിമ, നീ ഇദ്ദയിലിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാ. ഫാത്തിമ, പിന്നെ എന്തിനാ ഞങ്ങൾ വന്നതെന്നറിയുവോ? നിന്റെ ഭർത്താവ് മരിച്ചപ്പോ അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, ഖുർആനിലെ ആയത്ത് ഓതിയല്ലോ, ശഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞല്ലോ. ഭർത്താവിന്റെ ശരീരം മുഴുവനും സുഗന്ധമായിരുന്നല്ലോ. എന്ത് നന്മയാ ഫാത്തിമ നിന്റെ ഭർത്താവ് ചെയ്തിരുന്നത്? നിന്റെ ഭർത്താവ് എന്ത് നന്മയാ ചെയ്തിരുന്നത്? ഒന്ന് പറഞ്ഞു തരുമോ ഫാത്തിമ? ഞങ്ങൾക്കും ഇതുപോലെ ഒരു മരണം വേണം ഫാത്തിമ, ഞങ്ങൾക്കും ഇതുപോലെ ഒരു നല്ല മരണം വേണം ഫാത്തിമ. പടച്ചവനെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയോട് നാട്ടുകാരും ജനങ്ങളും ചോദിക്കുമ്പോ മഹദി പറയുകയാ, മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു എന്ന് ഞാൻ പറയുകയില്ല, എന്ന് ഞാൻ പറയുകയില്ല. എന്റെ ഭർത്താവ് ഒരുപാട് നന്മകൾ ചെയ്യുന്ന മനുഷ്യരാണെന്ന് ഞാൻ പറയില്ലോ. എന്നാ വല്ലാഹി അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. അതാ ഒരു ഭാര്യ പറയുകയാണ്, ഭർത്താവ് മരിച്ചതിന് ശേഷം ആ ഭർത്താവിനെ വിധത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിനെ പോലെ അള്ളാനെ പേടിയുള്ള ഒരു മനുഷ്യര് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ഭാര്യ പറയുകയാ, എന്റെ ഭർത്താവ് അള്ളാനെ പേടിയുള്ള മനുഷ്യനായിരുന്നു. മഹദി പറയുകയാ, റുബമായ ദുഖുറുല്ലാഹ ഫില്ലൈൽ യദുഖുറുല്ലാഹ സുമ്മ യബ്ഖി ഹത്താ യുസ്ബിഹ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ രാത്രിയിൽ കിടക്കുമ്പോ ഞാൻ അല്ലാഹ് എന്ന് പറഞ്ഞു, ഞാൻ അല്ലാഹ് എന്ന് പറഞ്ഞു. പടച്ചവരെ, സുമ്മ യബ്കി, അല്ലാഹുവിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയുകയാ. ഏതുവരെയും എന്നറിയുമോ? സുമ്മ, മഹാമഹദിയാണ് അവിടെ നിന്ന് പറയുന്നത്, ഹത്താ യുസ്ബിഹ, സുബഹി വരെ ഇരുന്ന് കരയുകയാ. നരകം പറഞ്ഞപ്പെടല്ല, മരണം പറഞ്ഞപ്പെടല്ല, ഖബർ പറഞ്ഞപ്പെടല്ല, മസ്റയെ കുറിച്ച് പറഞ്ഞപ്പെടല്ല, അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ സുബഹി വരെ എന്റെ ഭർത്താവ് വീടിനകത്തിരുന്ന് കരയുകയാ. പടച്ചവനെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനെ വല്ലാത്ത ഭയമായിരുന്നു, അല്ലാഹനെ വല്ലാത്ത പേടിയായിരുന്നു. അല്ലാഹ് എന്ന് പറഞ്ഞാ കരയുമായിരുന്നു, ചാട്ടവാറ കൊണ്ട് തന്റെ ശരീരത്തെ തല്ലുമായിരുന്നു, പള്ളിപ്പറമ്പിൽ പോയിരുന്ന് കരയുമായിരുന്നു. പടച്ചവനെ, ഒരു മനുഷ്യന്റെ ജനാസ ഖബറടക്കാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളും ജനങ്ങളും പള്ളിപ്പറമ്പിലേക്ക് പോകുകയാ. ജനാസ ഖബറടക്കിയടോ, എല്ലാവരും മടങ്ങുകയാണ്, എല്ലാവരും സലാം പറഞ്ഞ് പിരിയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാ.
പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാ. കൂടെ വന്നവര് വിളിക്കുന്നു, തങ്ങളെ വരുന്നില്ലേ, തങ്ങളെ വരുന്നില്ലേ, എല്ലാവരും പൊക്കോ. എന്തിനാ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ജനാസ കുളിപ്പിച്ചല്ലോ, കഫം പൊതിഞ്ഞല്ലോ, നിസ്കരിച്ചല്ലോ, ഖബർ കുടിച്ചല്ലോ, ഖബറടക്കിയല്ലോ. എന്തിനാണ് ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എല്ലാവരോടും പോകാൻ. എന്തിനാണ് അവിടെ നിന്നതെന്നറിയുമോ? ഒരു പഴയ ഖബറിന്റെ ചാരത്ത് ചെന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഒരു പഴയ ഖബറിന്റെ ചാരത്ത് ചെന്നു. സുബ്ഹാനല്ലാഹ്, ആ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഒരു ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. മോനെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മിണ്ടാതെ ഇരുന്ന് കരയുമ്പോ ഖബർ ചോദിക്കുകയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്തേ കരയുന്നത്? ഒന്നും ചോദിക്കാനില്ല, ഒന്നും അറിയാനില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിക്കുന്നത്, ഖബറാട് ചെറുപ്പക്കാരാ, നീ ചോദിക്കും ഉസ്താദേ, ഖബറിന് നാവുണ്ടോ? ഖബർ സംസാരിക്കുമോ? ഖബറിന് നാവുണ്ടോ? ഖബർ സംസാരിക്കുമടോ? ആരോടാ സംസാരിക്കുന്നതെന്നറിയുമോ? ഏത് മനുഷ്യന് ഖബറിന്റെ ചാരത്ത് ചെന്നാൽ ഖബർ അവനോട് സംസാരിക്കുകയാ. കേൾക്കാത്തത് നിന്റെ പോരായ്മയോ? മോനെ, ഖബറിനെ കുറിച്ച് നിനക്കറിയാനട്ടോ? നീ തമാശ പറയുന്നത് പള്ളിപ്പറമ്പിലോ, നീ രാഷ്ട്രീയം പറയുന്നത് പള്ളിപ്പറമ്പിലോ? എന്റെ ചെറുപ്പക്കാരാ, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ.